നിഖിലദിശി പലരുമിഹ കേൾക്കുമാ ഉച്ചത്തിൽ നീളേ വിളിച്ചു പറഞ്ഞു നടത്തുകിൽ കുലഹതകനിവനറിയ നിസ്തേജനെന്നുതൻ കൂട്ടത്തിൽ നിന്നു നീക്കിയിടും കവികുലം. ദശവദന വചനമിത് കേട്ട് രക്ഷോകുലം ദീനത കൈവിട്ടുവാതാത്മജന്റെ വാൽ തിലരസകൃതാതി സംസിക്ത ഇനി കഥയിലേക്ക് വരാം. അതായത് ഈ രാമചരിതം മലയാളത്തിൽ ആദ്യമായി അച്ചടിച്ചിറക്കിയത് രാമചരിതമായിരുന്നു. പക്ഷേ ഇതാരാണ് എഴുതിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. 1968 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. വള്ളത്തോളിൻ്റെ വാൽമീകി രാമായണമൊക്കെ ഇതിന് ശേഷം പുറത്തിറങ്ങിയെന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ, വിശ്വാസം. ഇപ്പോൾ നമ്മുടെ ഈ മുരളി മോഹൻ അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഏതാണ്ട് 70-ലധികം രാമായണത്തിൻ്റെ വിവിധ കൃതികളാണ് അദ്ദേഹം ശേഖരിച്ചിരിക്കുന്നത്. കുട്ടിക്കാലത്ത് അച്ഛൻ രാമായണം പാരായണം ചെയ്യുന്നത് കേട്ടു വളർന്ന മുരളീമോഹന് രാമകഥകളോട് താല്പര്യം തോന്നി. പിന്നീട് വിവിധ പതിപ്പുകളിലെയും വ്യാഖ്യാനങ്ങളിലെയും രാമായണങ്ങൾ തേടി ശേഖരിച്ചു. 1946 പ്രസിദ്ധീകരിച്ച അപൂർവ രാമായണ പതിപ്പും 1925 ആധ്യാത്മ രാമായണവും വാൽമീകി, കമ്പൻ, തുളസിദാസ്, കണ്ണശൻ എന്നിവരുടെ രാമായണങ്ങൾ ഉൾപ്പെടെ 70-ലേറെ ഗ്രന്ഥങ്ങൾ വീട്ടിലെ ലൈബ്രറിയിലുണ്ട്. രാമായണം കാണാതെ ചൊല്ലാൻ കഴിയുന്ന മുരളീമോഹൻ വിവിധ പതിപ്പുകളിലെ പിഴവുകൾ കണ്ടെത്തി പ്രസാധകരെ അറിയിച്ച അനുഭവവും പങ്കുവെക്കുന്നു. സുന്ദരകാന്ഡത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലങ്കാദഹനം എന്ന് പറയുന്ന ഭാഗമാണ്. വദനമഭി കരചരണമല്ല ശൗര്യാസ്പദം, വാനരന്മാർക്കു വാൽമേൽ ശൗര്യമാകുന്നു. വയമതിന് ചടിതി വസനേന വാൽ വേഷ്ടിച്ച് വന്നി കൊളുത്തിപ്പുരത്തിലെല്ലാടവും. രജനിചര പരിവൃടരെടുത്തു വാദ്യം കൊട്ടി രാത്രിയിൽ വന്നോരു കള്ളനെന്നിങ്ങനെ. ഞാൻ ഈ പുസ്തകത്തോട് വളരെ സ്നേഹം കുട്ടിക്കാലത്തെ ഉണ്ട്. സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി എന്നെ സമ്മാനം കിട്ടിയ പുസ്തകത്തിൽ തുടങ്ങിയതാണ് ശേഖരം. ഇപ്പോൾ 25,000 ഇതിലധികം പുസ്തകങ്ങളുണ്ട്. ഇതിൽ രാമായണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. അപ്പോൾ അച്ഛൻ സംസ്കൃത പണ്ഡിതനും സംസ്കൃത അധ്യാപകനുമായിരുന്നു. അപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് ഈ രാമായണ പ്രേമം. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഈ ജോലിപരമായി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ജോലി ചെയ്തപ്പം ഓരോ സ്ഥലങ്ങളിൽ നിന്നും ഈ രാമായണത്തോടുള്ള ഇഷ്ടം മൂലം ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റാളുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും ശേഖരിച്ചതാണ് ഈ വിവിധ രാമായണം. രാമായണം കാണാപ്പാടമാക്കിയ മുരളിക്ക് രാമൻ സീതയെ ഉപേക്ഷിച്ച നിലപാടിനെ തള്ളിപ്പറയുന്നു. വാൽമീകി രാമനെ മനുഷ്യനായി കണ്ടപ്പോൾ എഴുത്തച്ഛൻ രാമനെ ദൈവമായി കണ്ടു. അതുകൊണ്ട് തന്നെ രാമനെ ന്യായീകരിക്കുന്നവരും മറിച്ചും ചെയ്യുന്നവരും ഉണ്ടാവുമെന്ന് മുരളിയുടെ പക്ഷം. സീതയെ രാമൻ ഉപേക്ഷിച്ചെന്ന് പറയുന്നത് ശ്രീരാമനെ ഒരു മനുഷ്യനായിട്ട് മാത്രം നമ്മൾ കണ്ടാൽ മതി. വാൽമീകി രാമായണത്തിൽ ഒരു മനുഷ്യനായിട്ട് ആണ് ശ്രീരാമനെ ചിത്രീകരിച്ചിരിക്കുന്നത്. അതേസമയം രാമായണം എഴുത്തച്ഛൻ രാമായണത്തിലാണ് ദൈവമായിട്ട് വന്നിരിക്കുന്നത്. ദൈവമായി ചിത്രീകരിക്കുമ്പോഴാണ് ഈ സീതയെ ഉപേക്ഷിച്ചത് തെറ്റാണെന്ന് നമുക്ക്. ഒരു മനുഷ്യൻ എന്നുള്ളതിൽ ഒരു മനുഷ്യൻ്റെ വികാര വിചാരങ്ങളോടുകൂടി നമ്മൾ ചിന്തിച്ചാൽ സീതയെ ഉപേക്ഷിച്ചത് അന്നത്തെ സാഹചര്യത്തിനനുസൃതമാണെന്ന് നമുക്ക്. കാരണം അന്നത്തെ കാലത്ത് ആളുകൾ രാജാക്കന്മാരും ഒക്കെ ധാരാളം വിവാഹം കഴിക്കുന്ന കാലത്ത് ഒരൊറ്റ പത്നിയെ മാത്രം വിചാരിച്ച് ഏകപത്നി വ്രതക്കാരനായിട്ട് ജീവിച്ച ആളാണ് ശ്രീരാമൻ. അദ്ദേഹം സീതയോട് അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് എൻ്റെയും അഭിപ്രായം. രാമായണ കഥകളെ ആസ്പദമാക്കിയ തപാൽ സ്റ്റാമ്പുകളും ശേഖരത്തിൻ്റെ പ്രത്യേകതയാണ്. ഇന്ത്യയിലെ വിവിധ ഭാഷകളിലുള്ളതുപോലെ വിദേശ രാജ്യങ്ങളിലെ രാമായണ പതിപ്പുകളും മാപ്പിള രാമായണവും കൂടി ശേഖരത്തിലേക്ക് എത്തിക്കണമെന്നാണ് വിരമിച്ച എഞ്ചിനീയറായ മുരളി മോഹൻ്റെ അടുത്ത സ്വപ്നം. രാമായണം 200-ലധികം ഭാഷകളിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് നമ്മുടെ ഈ രാമകഥ എന്ന് പറയുന്നത് ഫാദർ കാമിൽ ബുൽക്കെ. അദ്ദേഹം യൂറോപ്യനായിരുന്നു. ഇന്ത്യ മുഴുവനും സഞ്ചരിച്ച് വിവിധ ലാംഗ്വേജുകളിൽ പഠിച്ച് DPhilലും അങ്ങനെ പല തരത്തിലുള്ള പുരസ്കാരങ്ങൾ അംഗീകാരം നേടിക്കൊണ്ടാണ് അദ്ദേഹം റിസർച്ച് ചെയ്ത് ഇങ്ങനെയൊരു റഫറൽ ഗ്രന്ഥം എഴുതിയത്. അതുവരെ നമ്മുടെ മുരളി മോഹൻ്റെ ഈ ശേഖരത്തിലുണ്ട്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.